ഹലോ, വെൽക്കം ബാക്ക്. ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ SCERTയുടെ ബഹുഭുജങ്ങൾ എന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കിത് 1-2 കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടോപ്പിക് എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട്. ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളുടെ കമന്റ്സിന് അത്രയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബഹുഭുജങ്ങളാണ് കേട്ടോ. പോളിഗൺസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കും. ഈ ബഹുഭുജങ്ങളെ ബേസ് ചെയ്തിട്ട് കുറേ ചോദ്യങ്ങൾ PSC പല വർഷങ്ങളിലായിട്ട് പല രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ LDCക്കാർക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബഹുഭുജങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ SCERT 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ്സിലെ 3-ാമത്തെയോ 4-ാമത്തെയോ മറ്റോ ചാപ്റ്റർ ആണ്. അപ്പോൾ SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിളിൽ കൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. SCERT 8th സ്റ്റാൻഡേർഡ് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം എല്ലാം തന്നെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. നമുക്ക് അതിന്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് ഗോ ടു ബഹുഭുജങ്ങൾ എന്ന് പറയുമ്പോഴേ അറിയാലോ, ഒരുപാട് ഭുജങ്ങൾ ഉള്ളവരെയാണ് നമ്മൾ ബഹുഭുജങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ ബഹുഭുജങ്ങളിൽ കുറേ ടൈപ്പ് ഓഫ് ബഹുഭുജങ്ങളുണ്ട് കേട്ടോ. അതായത് 3 വശങ്ങളുള്ളവയുണ്ട്, 4 വശങ്ങളുള്ളതുണ്ട്, 6 വശങ്ങളുള്ളതുണ്ട്, 10 വശങ്ങളുള്ളതുണ്ട്, 12 വശങ്ങളുള്ളതുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും വശങ്ങൾ വ്യത്യാസം വരുന്ന അനുസരിച്ച് നമ്മൾ അതിന് ഓരോരോ പേര് വിളിക്കും. ഓക്കെ, 3 വശങ്ങളുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക? ത്രികോണം എന്ന് വിളിക്കും. ശരിയല്ലേ? 3 വശങ്ങളുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ത്രികോണം എന്ന് വിളിക്കും. ട്രയാങ്കിൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം അല്ലേ? അതെ, 3 വശങ്ങളല്ലേ. ഇനി 4 വശങ്ങളുള്ളതിനെ നമ്മൾ ചതുർഭുജം എന്ന് വിളിക്കും. 4 വശം ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ചതുർഭുജം എന്ന് വിളിക്കും. ഇനി എല്ലാത്തിൻ്റെയും കൂടെ ആ നമ്പറിന്റെ കൂടെ അങ്ങ് ഭുജം ചേർത്ത് പറഞ്ഞാൽ മതി. 5 വശങ്ങളാണെങ്കിൽ പഞ്ചഭുജം, 6 വശങ്ങളാണെങ്കിൽ ഷഡഭുജം. അങ്ങനെ ആ പേരിന്റെ കൂടെ തന്നെ ആ നമ്പറിന്റെ മലയാളം വേർഷനും കൂടെ ചേർത്താൽ നമ്മുടെ പോളിഗൺ ആയി കേട്ടോ. ഇനി നോക്കിക്കേ, ചതുർഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വശങ്ങളുള്ള എന്തൊരു സാധനത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ചതുർഭുജം എന്ന് വിളിക്കാം. ട്രപ്പീസിയം ആവാം, സ്ക്വയർ ആവാം, റെക്റ്റാങ്കിൾ ആവാം. 4 വശങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 4 വശങ്ങളുള്ളതിനെ എന്ത് വിളിക്കും? ചതുർഭുജം. നമ്മൾ ഇംഗ്ലീഷിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും കേട്ടോ, ക്വാഡ്രിലാറ്ററൽ. അപ്പം അതാണ് ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പോളിഗൺസ് എന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണേ. 3 വശങ്ങൾ തൊട്ടാണ് തുടങ്ങുക. ഏറ്റവും ചെറിയ ബഹുഭുജം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ത്രികോണമാണ്. അപ്പൊ ത്രികോണത്തിൽ തന്നെ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ത്രികോണം വരച്ചു. നമുക്കറിയാം ഈ ത്രികോണത്തിന് 3 കോണുകളുണ്ട്, ശരിയല്ലേ? 3 കോണുകൾ ഞാൻ വരച്ചു. ഈ 3 കോണുകളെ ഞാൻ എന്ത് വിളിക്കും? അകം കോണുകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അതിനെ ഇന്റീരിയർ ആംഗിൾ എന്ന് വിളിക്കും കേട്ടോ. അകം കോണുകൾ, അകത്ത് വരുന്ന കോണുകളല്ലേ, അതുകൊണ്ട് നമ്മൾ അതിനെ അകം കോണുകൾ എന്ന് വിളിക്കും. ഇന്റീരിയർ ആംഗിൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കും. ഓൾറൈറ്റ്. അപ്പൊ നമ്മുടെ ട്രയാങ്കിളിന്റെ ഈ 3 അകം കോണുകൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം കേട്ടോ. ഇപ്പോഴും ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതങ്ങ് കാണാതെ പഠിച്ചു വെച്ചോണം കേട്ടോ. 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിലെ 3 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത്. എന്നാൽ നമ്മൾ ചതുർഭുജത്തിലേക്ക് പോകുമ്പോൾ നോക്കിക്കേ, ചതുർഭുജത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. അപ്പം ഇത് എന്തായിട്ട് മാറി? 2 ട്രയാങ്കിൾ ആയിട്ട് മാറി. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം 180 ഡിഗ്രിയാണ്. മറ്റേ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എല്ലാ കോണുകളും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്രയായിരിക്കും? 180 + 180 360 ഡിഗ്രി ആയിരിക്കും. കണ്ടോ? അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുന്നത് ട്രയാങ്കിളിലാണെങ്കിൽ നമ്മുടെ ചതുർഭുജം വരുമ്പോൾ അത് എത്രയായിട്ട് മാറി? 360 ആയിട്ട് മാറി. ഇനി നമ്മുടെ പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം വരുമ്പോഴോ ഇനിയും വ്യത്യാസം വരും. അപ്പൊ ഇതെല്ലാം എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുക? നമുക്ക് ബഹുഭുജങ്ങളുടെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയുണ്ട്. അതൊന്നും കാണാതെ പഠിച്ചോണം കേട്ടോ. ബഹുഭുജങ്ങളെ ബേസ് ചെയ്തിട്ട്, കോണുകളെ ബേസ് ചെയ്തിട്ട് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണത്. പറയാണ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്. ഇനി ചതുർഭുജം എന്ന് പറഞ്ഞാൽ എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട്. ഇനി നമ്മളൊരു പെൻറ്റഗൺ അല്ലെങ്കിൽ ഹെക്സഗൺ എടുക്കുവാണെങ്കിലോ, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഷഡ്ജഭുജം, എത്ര വശങ്ങളുണ്ട്? 6 വശങ്ങളുണ്ട്. അപ്പം n വശങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ആവാം കേട്ടോ. എത്രയാണോ നമുക്ക് തന്നിരിക്കുന്ന വശങ്ങൾ അതാണ് n എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ബഹുഭുജത്തിന്റെ ആംഗിളിന്റെ സം
അല്ലെങ്കിൽ അവരുടെ എല്ലാ കോണുകളുടെയും തുക കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് n-2 × 180 ഡിഗ്രി. എന്താണ് n-2 × 180 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏത് ഫിഗർ ആണോ അതനുസരിച്ച് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പൊ 3 വശങ്ങളുള്ള ഒരു ഫിഗർ അല്ലേ, അപ്പൊ n-ന്റെ വാല്യൂ എന്ത് വരും? 3. അപ്പൊ 3 - 2 × 180 ചെയ്താൽ നിങ്ങളുടെ കോണുകളുടെ തുക കിട്ടും. അപ്പൊ നോക്കിക്കോ, 3 - 2 1. 1 × 180 എത്ര വന്നു? 180 തന്നെ വന്നു. കണ്ടോ? ഇനി അതുപോലെ തന്നെ ചതുർഭുജം ആണെങ്കിലോ n-ന്റെ വാല്യൂ 4 എന്ന് വരും അല്ലെ. 4-ൽ നിന്നും 2 കുറച്ചാൽ 2. 2 × 180 എത്ര വന്നു? 360 എന്ന് വന്നു. കണ്ടോ? അപ്പൊ എത്ര വശങ്ങളാണോ തന്നിരിക്കുന്നത് n-ന് ആ വശങ്ങളുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. അതിൽ നിന്നും 2 കുറയ്ക്കുക, 180 ഗുണിക്കുക, ഉത്തരം കിട്ടും. മനസ്സിലായോ? അപ്പൊ n-2 × 180 ഡിഗ്രി ആണ് നമ്മളുടെ കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. കാണാതെ അങ്ങ് പഠിച്ചോണം കേട്ടോ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ആൻസർ ചെയ്യണം. നമ്മുടെ കയ്യിൽ ഒരു ബഹുഭുജമുണ്ട്. ബഹുഭുജത്തിന്റെ n സൈഡുകളാണെങ്കിൽ n-ൽ നിന്നും 2 കുറയ്ക്കുക, 180 ഗുണിക്കുക. നമുക്ക് ആ ബഹുഭുജത്തിന്റെ എല്ലാ കോണുകളുടെയും തുക കിട്ടും. ഒരു ചോദ്യം ചെയ്താലോ? 10 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? അതാണ് നമ്മളുടെ ചോദ്യം കേട്ടോ. 10 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണുക. ഓക്കെ, അപ്പൊ കോണിന്റെ എന്ത് കാണണം? നമുക്ക് തുക കാണണം. അപ്പൊ എങ്ങനെ കാണാൻ പറ്റുക? 10 വശങ്ങളല്ലേ. അപ്പൊ n-ന്റെ വില എത്ര വരും? 10 എന്ന് വരും. n-ൽ നിന്നും 2 കുറയ്ക്കുക, അതിൻ്റെ കൂടെ 180 ഗുണിച്ചാൽ ഉത്തരമായി. അപ്പൊ n-ൽ നിന്ന് 2 കുറച്ചോ? 10-ൽ നിന്നും 2 കുറയ്ക്കുക, 180 ഗുണിക്കുക. 10-ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 8. 8 × 180 ആണ് നമ്മളുടെ ഉത്തരം. ചെയ്യാലോ? 0. 8 8 64, 6 എന്ന് വന്നു. 8 1 8, 8 6 എത്രയാണ്? 14. 1440 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇതുപോലെ എത്ര വശങ്ങളാണോ തന്നിരിക്കുന്നത് n-ന് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 180 n-ൽ നിന്നും 2 കുറയ്ക്കുക, 180 ഗുണിക്കുക, ഉത്തരം കിട്ടും. ഓക്കെ, ഇനി SCERT ഭാഗത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ എല്ലാ കോണുകളും കൂടെ കൂട്ടിയാൽ 2700 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടോ? കണ്ടോ? ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തേ? വശങ്ങൾ തന്നു നമുക്ക് കോണിന്റെ തുക കാണാൻ വളരെ സിമ്പിൾ ആണ്. നേരെ ഇട്ട് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാം. എന്നാൽ ഇവിടെ ചോദിച്ചത് അതല്ല. ഏതെങ്കിലും ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക നമ്മളിങ്ങനെ ചെയ്ത് കിട്ടുന്ന ഉത്തരം 2700 എന്ന് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ. n-2-നെ 180 നമ്മൾ ഗുണിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണെങ്കിലും 180 പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, കാരണം ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ 10 ആണെന്ന് വിചാരിക്കുക. 10-നെ ഞാൻ 180 ഗുണിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്താണെങ്കിലും 180 ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ആയിരിക്കണം. ഏത് സംഖ്യ വെച്ചാണോ ഗുണിക്കുന്നത് ഫൈനലി കിട്ടുന്ന ഉത്തരത്തിനെ ആ സംഖ്യ വെച്ച് നമുക്ക് ഹരിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ 2700 കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? 180 ഹരിക്കാൻ പറ്റുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ട് ഫിഗർ ആയിരിക്കണം ഉത്തരം കിട്ടുന്നത്. അല്ലാതെ 2.5 2/3 അല്ലെങ്കിൽ 5/7 അങ്ങനെ ഫ്രാക്ഷനുകളോ ഭിന്നസംഖ്യകളോ ഒന്നും കിട്ടാൻ പാടില്ല. റൗണ്ട് ആയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടണം. ഇവിടെ നോക്കിയാലോ, 0 0 വെട്ടിക്കളഞ്ഞു. 9 × 2 18 ആണ്. 9 × 30 270. വെട്ടാലോ? 15 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഹരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2700 ഡിഗ്രി എന്നുള്ള വാല്യൂ നമുക്ക് പോസിബിൾ ആണ് എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ 2 രീതിയിൽ ചോദിക്കാം കേട്ടോ. എങ്ങനെ ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, SCERT ബേസ്ഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപേണ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണേ.
ഇപ്പം നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് തരും, 2700 ഡിഗ്രി എന്നുള്ളത് തുകയായിട്ട് കിട്ടാൻ സാധിക്കും, വേറൊരു വാല്യൂവും തരും, എന്നിട്ട് ഇത് രണ്ടിൽ ഏതാണ് ശരിയായ പ്രസ്താവന അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഏത് വാല്യൂ ആണോ തന്നിരിക്കുന്നത് അതിനെ 180 ഹരിക്കാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ വാല്യൂ പോസിബിൾ ആണ്, പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വാല്യൂ പോസിബിൾ അല്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ചോദ്യമാണ് ദേ കൊടുത്തേക്കുന്നത് കേട്ടോ. 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണെന്ന് വേഗം തന്നെ ചെയ്ത് നോക്കുക, കമന്റ് ചെയ്യുക കേട്ടോ. 52 വശങ്ങളാണ്, പെന്നിന്റെ വില 52 എന്ന് വേണം എടുക്കാൻ. അടുത്ത ചോദ്യം, ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 8100 ഡിഗ്രി ആണ്, അങ്ങനെയാണെങ്കിൽ അതിന് എത്ര വശങ്ങളുണ്ട്? നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്? n-2 ഗുണം 180 ചെയ്തിട്ടാണ് വശങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് ആ തുക തന്നിട്ടുണ്ട്, 8100 ആണ്. അപ്പൊ എന്നിന്റെ വില കാണാൻ എന്ത് ചെയ്യണം? 180 അങ്ങോട്ട് വിടുക, -2 അപ്പുറത്ത് പോകുമ്പം +2 ആയിട്ട് പോവും, എന്നിന്റെ വില കാണാം. ഓക്കെ, ആ രീതിയിൽ ചെയ്താൽ മതി. എന്നാണ് ഞാൻ ഈ ചോദ്യം ചെയ്ത് കാണിക്കാം. ആദ്യത്തെ ചോദ്യം എന്താണെങ്കിലും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കിക്കേ, 8100 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിന്റെ വില കാണാൻ എന്ത് ചെയ്യണം? n-2 അവിടെ തന്നെ നിർത്തി. ഈ 180 അങ്ങോട്ട് വിടാലോ. അപ്പൊ 8100 ബൈ 180, 0 പോയല്ലോ. 9 ഗുണം 2 18 ആണ്. 9 ഗുണം 9 81, ഒരു 0 ഉണ്ട്, അത് ഇട്ട് കൊടുത്തേ. ഇനി 2 ഗുണം 1 2 ആണ്. 45 ഗുണം 2 ആണ് 90. n-2 = 45 എന്ന് കിട്ടി. അപ്പൊ എന്നിന്റെ വില എത്രയായിരിക്കും? ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആയിട്ട് മാറും. 45ന്റെ കൂടെ 2 കൂട്ടിയാൽ 47 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. കണ്ടോ? അപ്പൊ എത്ര വശങ്ങളാണുള്ളത്? 47 വശങ്ങളാണുള്ളത്. അപ്പൊ രണ്ട് രീതിയിലും ചോദിക്കാം, എങ്ങനെ ചോദിച്ചാലും കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ 3 പാറ്റേൺസ് പഠിച്ചു. ഒന്നാമത്തെ പാറ്റേൺ, ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കാണുക, നേരെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. രണ്ടാമത്തത്, ഓൾറെഡി നിങ്ങൾക്ക് തുക തന്നിട്ടുണ്ടാവും, വശങ്ങൾ കാണാൻ ചോദിക്കാം, അതും ഒരേ ഇക്വേഷൻ തന്നെയാണ്, അത് ഇട്ട് കൊടുത്തു. മൂന്നാമത്തെ മോഡൽ ഏതാ നമ്മൾ പഠിച്ചത്? ഒരു പെർട്ടിക്കുലർ വാല്യൂ തന്നിട്ട് ഏതെങ്കിലും ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക നമുക്ക് ഈ വാല്യൂ കിട്ടാമോ അങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 180 ഹരിച്ചു നോക്കുക, ആൻസർ എഴുതുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പാറ്റേൺ പഠിക്കാം. അപ്പൊ നമ്മളിപ്പം ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ അകം കോണിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇനിയിപ്പോ നോക്കിക്കേ, ഞാനൊരു ട്രയാങ്കിൾ വരച്ചേ. ട്രയാങ്കിളിനെ ഞാൻ ABC എന്ന് മാർക്ക് ചെയ്തു. ഈ CA ഞാൻ ഇങ്ങനെ നീട്ടി വരച്ചാൽ നോക്കിക്കേ, എനിക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടുന്നില്ലേ? അപ്പൊ അതായത് അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ബിനെ നീട്ടി വരയ്ക്കുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും. ഞാൻ എനെയാണ് നീട്ടി വരയ്ക്കുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും. ഇതുപോലെ നമ്മൾ ആ ലൈനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന ആംഗിൾ അല്ലെങ്കിൽ കോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാഹ്യ കോണുകൾ അല്ലെങ്കിൽ പുറം കോണുകൾ, എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ ബാഹ്യ കോണുകൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? പുറം കോണുകൾ. സാധാരണ രീതിയിൽ നമ്മുടെ ചോദ്യത്തിനകത്തൊക്കെ പുറം കോൺ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറ് കേട്ടോ. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിന്റെ ഇങ്ങനെ ഒരു ആംഗിൾ, മുഴുവൻ ആംഗിൾ കാണാൻ പറഞ്ഞാൽ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആംഗിൾ, ഒരു വരയ്ക്ക് മീതെയുള്ള ഫുൾ ആംഗിളിനെ നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ 180 ഡിഗ്രിയാണ് അതിന്റെ വാല്യൂ എന്നൊക്കെ നമ്മൾ പണ്ട് പഠിക്കുന്നതാണ് കേട്ടോ. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രി, ഫുൾ ആംഗിൾ ആണെങ്കിൽ 180 ഡിഗ്രി എന്നൊക്കെയാണ് പഠിക്കുക. അപ്പൊ നോക്കിക്കേ, ഈ ഒരു പോയിന്റിൽ ഈ പുറത്തെ ആംഗിൾ ആണ് എൻ്റെ എന്ത്? പുറം കോൺ അല്ലെങ്കിൽ ബാഹ്യ കോൺ എന്ന് പറയുന്നത്. ഇതേ ആംഗിളിന് തന്നെ അകത്തേക്ക് എനിക്ക് വരയ്ക്കാലോ. അപ്പൊ അത് എന്തായിട്ട് മാറും? നമ്മളുടെ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ അകം കോണായിട്ട് മാറും. ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ ഒരു അകം കോണും കാണും, ഒരു പുറം കോണും കാണും. ശരിയല്ലേ? ദേ ഇവിടെ ഇപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് പുറം കോണാണ്. ഞാൻ അതിന് ഉള്ളിലേക്ക് വരച്ചാൽ അത് എന്തായിട്ട് മാറും? അകം കോണായിട്ട് മാറും. അപ്പൊ ഈ മൊത്തത്തിലുള്ള ആംഗിളിനെ എനിക്ക് എന്ത് വിളിക്കാം? ദേ ഇതുപോലെയല്ലേ വന്നേക്കുന്നേ, 180 ഡിഗ്രി എന്ന് വിളിക്കാം. അതായത് ABD, ഈ പുറം കോണും അകം കോണും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. കാര്യം മനസ്സിലായോ?
അകം കോണും പുറം കോണും ഒരേ പോയിന്റിലെ അകം കോണും പുറം കോണും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. അതിന്റെ കാരണം എന്താ? ഒരു വരയുടെ സെന്ററിൽ ഇതുപോലെ ഒരു ഫുൾ ആംഗിൾ വരച്ചാൽ അത് എന്തിന് തുല്യമായിരിക്കണം? 180 ഡിഗ്രിക്ക് തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എനിക്ക് താഴേന്നും ഇങ്ങനെ തന്നെ വരയ്ക്കാൻ വയ്യേ? താഴേന്നും എനിക്കൊരു ആംഗിൾ ഫുള്ളായിട്ട് അങ്ങനെ വരയ്ക്കാം. അപ്പൊ അതും എന്താണ്? 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള ആംഗിൾ എന്തായിരിക്കും? 180 + 180 360 ആയിരിക്കും. ശരിയല്ലേ? ഇത്രയൊന്നും ആലോചിച്ച് കാട് കയറണ്ട. ഞാനിപ്പോൾ 180ന്റെ ഒരു കേസ് പറഞ്ഞത് കൊണ്ട് ആ 360ന്റെ കേസും കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ ഈ 180 മാത്രമേ ആവശ്യമുള്ളൂ. ഒരു പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ബാഹ്യകോണും അകം കോണും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 എന്ന് കിട്ടണം. മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കണേ. നമ്മൾ ഒരു പോയിന്റിൽ നിന്നും പുറത്തേക്ക് ഒരു വര വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബാഹ്യകോൺ കിട്ടും. അകത്തേക്ക് ഒരു വര വരച്ചാൽ എന്ത് കിട്ടും? അകം കോൺ കിട്ടും. രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. ഒരു ചോദ്യം ചെയ്താലോ? ഇതാണ് നമ്മളുടെ ചോദ്യം. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ഒരു പുറത്തെ ആംഗിൾ 145 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാ ആംഗിളും നമുക്ക് കാണണം. എങ്ങനെ കാണാൻ പറ്റുക? ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് കേട്ടോ. ABC എന്ന പേര് കൊടുക്കുകയാണ്. പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ എക്ക് ഒരു പുറം കോണും കൂടെ വരച്ചു കൊടുക്കത്തില്ലേ? പുറം കോണ് വരയ്ക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും? 180 ഡിഗ്രി. അകം കോണും പുറം കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഒരു ആംഗിൾ 70 ഡിഗ്രി ആണ്. അപ്പൊ മറ്റേ ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം? 180ൽ നിന്നും 70 ഡിഗ്രി കുറയ്ക്കണം. മനസ്സിലായോ? ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഈ ഫുൾ ആംഗിൾ 180 ഡിഗ്രിയാ. പക്ഷെ അതിന്റെ പകുതി നമുക്ക് 70 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് എത്രയാന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 180ൽ നിന്നും 70 കുറയ്ക്കുക. കുറയ്ക്കാലോ? 0. 8ൽ നിന്ന് 7 പോയാൽ 1. ഈ 1നെ ഞാൻ ഇറക്കി എഴുതി. 110 ഡിഗ്രി. അപ്പൊ ഞാൻ ഇവിടെ എഴുതി കൊടുത്തു 110 ഡിഗ്രി. ഒരു ആംഗിൾ നമുക്ക് കിട്ടി. അടുത്തത് നോക്കിക്കേ, ഇവിടെ പുറം കോൺ നമുക്ക് തന്നിട്ടുണ്ട് 145 ആണ്. അങ്ങനെയാണെങ്കിൽ അകം കോൺ കാണാൻ എന്ത് ചെയ്യണം? 145 ആണ് പുറം കോൺ. മൊത്തത്തിലുള്ള ആംഗിൾ എത്രയാണ്? 180 ആണ്. അങ്ങനെയാണെങ്കിൽ അകത്തെ ആംഗിൾ കാണാൻ 180ൽ നിന്നും 145 കുറയ്ക്കുക. തന്നിരിക്കുന്ന ആംഗിൾ ഏതാണോ അത് 180 അങ്ങ് കുറച്ചാൽ മതി. നമുക്ക് മറ്റേ ആംഗിൾ കിട്ടും. ചെയ്യാലോ? അപ്പൊ 5 എന്ന് കിട്ടി. ഇവിടെ എത്രയാണ്? 7. 7ൽ 4 പോയാൽ 3. 35 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇവിടെ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യും? ഇവിടെ നമുക്ക് അകം കോണും ഇല്ല, പുറം കോണും ഇല്ല. പക്ഷെ അതിനെ നമ്മൾ ആദ്യം പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിളുകളുടെ എല്ലാ കോണുകളുടെയും തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ n-2 × 180 വെച്ച് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. അപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ 3 ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് കിട്ടണം. അതായത് 70 ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി കൂടെ ചേർക്കുമ്പോൾ എന്ത് കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. ബിയുടെ വാല്യൂ നമുക്ക് അറിയോ? ഇല്ല. അപ്പൊ ബിയുടെ വാല്യൂ കാണാൻ എന്ത് ചെയ്യണം? 70ഉം 35ഉം കൂടെ കൂട്ടുക. അപ്പൊ 105 എന്ന് വന്നല്ലേ? 70ഉം 30ഉം 100 ഒരു 5ഉം കൂടെ ഉണ്ട്. 105 എന്ന് കിട്ടി. ഇനി 180ൽ നിന്നും ആ 105 കുറയ്ക്കുക. ഇവിടെ പ്ലസ് ആയിട്ട് കിടന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ 180ൽ നിന്നും 105 കുറയ്ക്കാലോ? കുറച്ചോ? 10ൽ നിന്നും 5 പോയാൽ 5. 7ൽ നിന്നും 0, 7 തന്നെ വരും. 1 1 പോയാൽ 0 എന്ന് വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 75 എന്ന് കിട്ടി. ഇതേ നമ്മുടെ മൂന്നാമത്തെ ആംഗിൾ എത്രയാണ്? 75 ഡിഗ്രി ആണ്. ഇത് 75 ഡിഗ്രി ആണെങ്കിൽ ഈ പുറത്തെ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ. മൊത്തത്തിലുള്ള സം എത്രയാണ്? 180 ആണ്. ഈ അകത്തെ ഭാഗം മാത്രം 75. അപ്പൊ പുറത്തെ ഭാഗം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 180ൽ നിന്നും 75 കുറയ്ക്കുക. 5 എന്ന് കിട്ടി. 7ൽ നിന്ന് 7 പോയാൽ 0, 1. 105 ഡിഗ്രി ആണ് നമ്മളുടെ ഉത്തരം. കണ്ടോ? അപ്പൊ നമുക്ക് ആകെ തന്നിരുന്ന 2 ആംഗിളാ.
അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് ഇതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ചെയ്യേണ്ടത് കേട്ടോ. ഇന്റീരിയർ ആംഗിളിന്റെയും എക്സ്റ്റീരിയർ ആംഗിളിന്റെയും തുക കാണാൻ പഠിച്ചു വെക്കുക. തുക 180 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ തന്നിട്ട് മറ്റേ ആംഗിൾ കാണാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. SSC പോലുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ആംഗിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. PSC ഇപ്പൊ എന്താണ് SSCയുടെ പാറ്റേൺ കുറേയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. എന്താണെങ്കിലും പഠിച്ചു വെക്കുക. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾ അത് കൂട്ടാൻ പഠിക്കും. കറക്റ്റായിട്ട് എങ്ങനെയാണ് അകം കോണും പുറം കോണും കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് അത് മറന്നു പോകത്തുമില്ല. ഓക്കെ, ഇനി നമ്മൾക്കിപ്പം എന്താണ് ത്രികോണത്തിന് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഏത് ഫിഗർ വരച്ചാലും ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു ഹെക്സഗൺ, ഒരു ഷഡ്ഭുജമാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അതിനും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? പുറം കോണും അതുപോലെ തന്നെ അകം കോണും ഒക്കെ തന്നെ വരും കേട്ടോ. ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അകത്തെ കോണും പുറത്തെ കോണും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് ഫിഗർ വരച്ചാലും അതിന് എന്ത് ചെയ്യാം? അകം കോണും പുറം കോണും വരയ്ക്കാം. ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും വരയ്ക്കാം. രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന തുക 180 ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത മോഡൽ പഠിക്കാം. അടുത്തതാണ് സമബഹുഭുജങ്ങൾ. സമബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ പോളിഗണിന്റെയും വശങ്ങളും കോണുകളും ഒക്കെ തുല്യമായി വരുന്ന അവസ്ഥകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ ഞാൻ പറയാണ് എൻ്റെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ 3 കോണും തുല്യമാണ്. അതായത് 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ഇങ്ങനെയല്ലേ പോസിബിൾ ആയി വരുള്ളൂ. കാരണം എന്താ? 3 സൈഡും കൂട്ടുമ്പോൾ 180 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പൊ 3 വശങ്ങളും സെയിം ആണെങ്കിൽ 180/3 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ 3 സൈഡും സെയിം ആണ് എങ്കിൽ 3 ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ 3 വശങ്ങളും തുല്യമാണ്, നീളവും തുല്യമാണെങ്കിൽ അതിന്റെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെ നമ്മൾ എന്ത് വിളിക്കും? സമഭുജ ത്രികോണം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും അല്ലെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 3 വശവും തുല്യമാണ്. 3 വശം തുല്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 3 ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്നാൽ നമ്മുടെ എന്താണ് ക്വാഡിലാറ്ററൽ അല്ലെങ്കിൽ എന്താണ് ചതുർഭുജത്തിന്റെ കേസ് നോക്കിക്കേ. ചതുർഭുജത്തിന്റെ കേസിൽ 4 ആംഗിളും തുല്യമാണോ എന്ന് പറയുകയാണെ. ഇതിപ്പോ എന്തായി? ഒരു ചതുരമാണ് അല്ലെ. അപ്പൊ ഈ വശവും തുല്യമാവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. 4 വശങ്ങളും തുല്യമാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 4 ആംഗിൾ തുല്യമായി എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മളുടെ ചതുർഭുജവും ട്രയാങ്കിളും തമ്മിലുള്ള വ്യത്യാസം. ട്രയാങ്കിളിന്റെ കേസിൽ 3 ആംഗിളും തുല്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ 3 വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. പക്ഷെ ചതുർഭുജത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വരുന്ന പോളിഗണോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് സ്ക്വയർ വരാം. സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം എല്ലാ ആംഗിളും തുല്യമാണ്, എല്ലാ സൈഡും എന്താണ്? തുല്യമാണ്, സമചതുരം. അതേസമയം ചതുരം എടുക്കുകയാണെങ്കിലോ ആംഗിൾ എല്ലാം 90 ഡിഗ്രി ആയിരിക്കും, പക്ഷെ അതിന്റെ വശങ്ങൾ വ്യത്യാസമല്ലേ? ഓപ്പോസിറ്റ് വശങ്ങൾ തുല്യമായിരിക്കാം, അങ്ങനെ വരാൻ പറ്റുള്ളൂ. ഇനി നേരെ മറിച്ച് നമ്മളൊരു പാരലോഗ്രാം എടുക്കുകയാണെങ്കിലോ എടുക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും എന്താണ്? തുല്യമായിരിക്കാം, പക്ഷെ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കുമോ? ഇല്ല. മുകളിലേക്ക് വരുംതോറും നമ്മൾ ഓരോ ബഹുഭുജവും എടുക്കുമ്പോൾ അതിന്റെ വശങ്ങൾ തുല്യമാണെന്ന് കരുതി അതിന്റെ കോണുകൾ തുല്യമാവണം എന്നില്ല. കോണുകൾ തുല്യമാണെന്ന് കരുതി വശങ്ങൾ തുല്യമാവണമെന്നും ഇല്ല. പഞ്ചഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണെങ്കിൽ ഓരോ കോണും എത്ര ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? പഞ്ചഭുജമാണല്ലേ. പഞ്ചഭുജം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? നമുക്ക് അതിന്റെ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കണം. പഞ്ചഭുജം എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എത്ര വരും? 5 എന്ന് വരും. n-2 × 180 ചെയ്താൽ പഞ്ചഭുജത്തിന്റെ ആംഗിളുകളുടെ തുക കിട്ടും. അപ്പൊ 5 - 2 3 3 ഗുണം 180 എന്ന് വരും. 3 ഗുണം 180 എത്രയാണ്? 0. 8 3 24 ശിഷ്ടം 2. 3 1 3 3 2 5 540 എന്ന് വന്നു. അപ്പൊ 540 ഡിഗ്രിയാണ് നമ്മുടെ പഞ്ചഭുജത്തിന്റെ എല്ലാ കോണുകളും കൂട്ടുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ കോണും എത്രയായിരിക്കും? ഈ 540നെ 5 ഹരിച്ചാൽ ഉത്തരം കിട്ടും. എന്തുകൊണ്ടാ? 5 വശങ്ങളല്ലേ ഉള്ളത്, അപ്പൊ 5 ആംഗിളും ഉണ്ടല്ലോ. 5 കോണുകൾ കൂട്ടുമ്പോൾ 540 എന്ന് കിട്ടും. എല്ലാ കോണും തുല്യമാണ്,
അതുകൊണ്ട് 540നെ 5 ഹരിച്ചാൽ ഓരോ കോണും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എത്ര വരും? 5 ഗുണം 1 5, 5 ഗുണം 0 4 അല്ലേ? അപ്പൊ 8 എന്ന് വന്നു. അപ്പൊ 108 ഡിഗ്രിയാണ് ഓരോ വശവും. അപ്പൊ ഞാൻ ഇവിടെ ഒരു പഞ്ചഭുജം വരയ്ക്കുകയാണ്. 5 വശങ്ങളല്ലേ, അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഓരോ ആംഗിളും എത്രയായിരിക്കും? 108 ഡിഗ്രി ആയിരിക്കും. 108 നമുക്ക് എഴുതി കൊടുക്കാമല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? നമുക്ക് ആൻസർ 540 എന്ന് കിട്ടും. ഒരു ബഹുഭുജത്തിന് n വശങ്ങളുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മളോട് n-ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ തുക വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്നിട്ട് എല്ലാ കോണും തുല്യമാണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എത്ര സൈഡാണോ ഉള്ളത് ആ സൈഡുമായിട്ട് നമുക്ക് കിട്ടുന്ന തുകയെ ഹരിച്ചാൽ മതി. ഇവിടെ നോക്കിക്കേ, 3 വശങ്ങളല്ലേ ഉള്ളത്. അതുകൊണ്ട് ഞാൻ 180നെ 3 ഹരിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ 5 വശങ്ങളാണുള്ളത്. അപ്പൊ ഞാൻ 540നെ 5 ഹരിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഓരോ ആംഗിളും 108 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇതുപോലെ എല്ലാ ആംഗിളും തുല്യമാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തുക കണ്ടുപിടിക്കുക. ആ തുകയെ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് സൈഡുകൾ, എത്ര സൈഡാണോ ഉള്ളത് ആ സൈഡുമായിട്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇതുപോലെ എല്ലാ കോണുകളും തുല്യമായതും എല്ലാ വശങ്ങളും തുല്യമായതുമായിട്ടുള്ള ബഹുഭുജങ്ങളെയാണ് നമ്മൾ സമബഹുഭുജങ്ങൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? വശങ്ങൾ നമ്മുടെ സൈഡുകളും തുല്യമായിരിക്കണം, അതുപോലെ തന്നെ ആംഗിളും തുല്യമായിരിക്കണം. ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇപ്പൊ 3 വശവും 8 സെന്റിമീറ്റർ ആണെങ്കിൽ 3 ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് വേറെ കൂടെ എടുക്കാം. ഒരു ഹെക്സഗൺ വരച്ചു. ഹെക്സഗണിന് എത്ര വശങ്ങളുണ്ട്? 6 വശങ്ങളുണ്ട്. എല്ലാ കോണുകളും തുല്യമാണ്, അതുപോലെ തന്നെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇത് 5 ആണ്, ഇത് 5 ആണ്, ഇത് 5 ആണ്, ഇത് 5 ആണ്, ഇത് 5 ആണ്. എല്ലാ വശങ്ങളും തുല്യമാണ്. എല്ലാ ആംഗിളും നമുക്ക് സെയിം ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാം? സമഷഡ്ഭുജം എന്ന് വിളിക്കാം. ഇതാണെങ്കിലോ സമഭുജ ത്രികോണം എന്ന് വിളിക്കാം. സമം എന്നൊരു വാക്ക് വരണമെങ്കിൽ എല്ലാ വശങ്ങളും സെയിം ആയിരിക്കണം, അതുപോലെ എല്ലാ ആംഗിളുകളും സെയിം ആയിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? സമബഹുഭുജങ്ങൾ എന്ന് വിളിക്കും. സ്റ്റേറ്റ്മെന്റ് രൂപേണ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. ഈ സമബഹുഭുജങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ റെഗുലർ പോളിഗൺസ് എന്നാണ് വിളിക്കുക. ആ വാക്കൊന്ന് അറിഞ്ഞിരിക്കുക, എവിടെ നിന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റെഗുലർ പോളിഗണുകളാണ് സമബഹുഭുജങ്ങൾ. അപ്പോൾ ഈ സമബഹുഭുജങ്ങളും സാധാരണ ബഹുഭുജങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാ സൈഡും സെയിം ആയിരിക്കണം, എല്ലാ ആംഗിളും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സമബഹുഭുജം എന്ന് വിളിക്കും. ബഹുഭുജത്തിന്റെ കേസിൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ആംഗിളും വ്യത്യസ്തമാവാം, സൈഡുകളും വ്യത്യസ്തമാകാം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നും ഓവറോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി അതിന്റെ അവസാനം സമ്മറി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചോ എന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ കാര്യം, ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കാണുക. എന്താണ്? കോണിന്റെ തുക കാണാൻ നമുക്കറിയാമോ? അറിയാം, നമ്മളൊരു ഇക്വേഷനും പഠിച്ചിരുന്നു അല്ലേ? എന്താണ്? n-2 × 180 ഡിഗ്രി ചെയ്താൽ മതി. നമ്മൾ പഠിച്ചതാണ്. ഇനി രണ്ടാമത്തെ, നമുക്കൊരു പുറം കോൺ തന്നിട്ടുണ്ടെങ്കിൽ അകം കോൺ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് പുറം കോണും അകം കോണും തമ്മിലുള്ള ബന്ധം അല്ലേ? ഇപ്പൊ പുറം കോണും അകം കോണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് പഠിക്കണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ മറ്റേത് കണ്ടുപിടിക്കാൻ 180 കുറച്ചാൽ മതി. ഇപ്പൊ പുറം കോൺ തന്നിട്ടുണ്ടെങ്കിൽ അകം കോൺ കാണാൻ നമുക്കറിയാം, അകം കോൺ തന്നിട്ടുണ്ടെങ്കിൽ പുറം കോൺ കാണാനും നമുക്കിപ്പോൾ അറിയാം. മൂന്നാമത്, ബഹുഭുജങ്ങളിൽ നിന്നും നമ്മുടെ സമബഹുഭുജങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, അവർ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കണ്ടെത്താമെന്നും നമുക്കിപ്പോൾ അറിയാം അല്ലെ? മൂന്നാമത്തെ കാര്യവും നമ്മൾ പഠിച്ചു. നാലാമത്തെ കാര്യം, നമുക്ക് തുക തന്നു കഴിഞ്ഞാൽ കോണുകളുടെ തുകയാണ് തരുന്നതെങ്കിൽ അതിന്റെ വശങ്ങൾ n-ന്റെ വില കാണാൻ നമുക്ക് അറിയാം അല്ലെ? ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. തുക തന്നിട്ടുണ്ടെങ്കിൽ n-ന്റെ വില കാണാൻ അതിനെ അപ്പുറത്തോട്ട് വിട്ടാൽ പോരെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാനും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്നും പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇതല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ SCRTയിൽ എക്സ്ട്രാ പറയുന്നുണ്ട്. ട്രയാങ്കിളിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും അത്രയ്ക്കൊന്നും ഡീപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. 72 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം? n-ന്റെ സ്ഥാനത്ത് 75 ഇട്ട് കൊടുക്കുക.
n-2 ചെയ്യുക, 180 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. SCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇനിയും തുടരുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.